വ്യൂവേഴ്സ്, ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ വർഷ ശ്രീകാന്തിനെ വിളിക്കുകയാണ്. അപ്പൊ ശ്രീ പറഞ്ഞു, എന്താ വർഷേ, ഞാൻ ഇവിടെ ഇപ്പൊ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു, നീ എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, എടാ എന്റെ വണ്ടി പണി മുടക്കിയടാ, നീ ഒന്ന് വരുമോ, എനിക്കൊരു ലിഫ്റ്റ് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിനക്ക് എന്താ പ്രശ്നം, ഞാൻ ദാ ഇപ്പൊ തന്നെ എത്താന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വണ്ടിയൊക്കെ എടുത്ത് അവൻ അവിടെ എത്തുകയാണ്. അങ്ങനെ നമ്മുടെ വർഷയെ പിക്ക് ചെയ്ത് അവരവിടുന്ന് വളരെ സന്തോഷത്തോടെ കൂടി പോകുന്ന കാഴ്ച വർഷയുടെ അച്ഛനും അമ്മയും കൂടെ നോക്കി കാണുകയാണ്. അപ്പം വർഷയുടെ അമ്മ പറഞ്ഞു, ചേട്ടാ ആ പോകുന്നത് നമ്മുടെ മോളല്ലേ, ഇവളെ കൊണ്ടുപോകുന്ന ചെറുക്കൻ ഏതാണെന്ന് അറിയത്തില്ലല്ലോ, ഇനി ഇവര് തമ്മിൽ പ്രേമത്തിലെങ്ങാനും ആയിരിക്കുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഈ അച്ഛനും അമ്മയും കൂടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നീടാണെങ്കിൽ വർഷ വന്നതും വർഷയുടെ അടുത്ത് നമ്മുടെ ശ്രീകാന്ത് സംസാരിച്ചു. വർഷയോട് പറഞ്ഞു, അതെ ഇങ്ങനെ എപ്പോഴും സഹായം ചെയ്യാനൊന്നും ഞാൻ ഉണ്ടായെന്ന് വരില്ല, എനിക്കിന്ന് തിരക്ക് കുറവായത് കൊണ്ടാണ് ഞാൻ നിന്നെ കൂട്ടാൻ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം, അല്ല നിനക്ക് വേറെ ഫ്രണ്ട്സൊന്നും ഇല്ലേന്ന് ചോദിക്കുമ്പം, ഉണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷേ അവരെല്ലാവരും എന്നെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാനൊരു അഹങ്കാരിയാണെന്നാണ്. അത് പിന്നെ തിരുത്താനായിട്ട് ഞാനൊട്ട് പോയിട്ടുമില്ല, പിന്നെ എനിക്ക് ഇതിനൊന്നും നേരവും ഇല്ല, എനിക്ക് ആകെയുള്ളൊരു ഫ്രണ്ട് അത് നീ മാത്രമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിനോട് വളരെ താല്പര്യത്തോടു കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് പയ്യൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പിരിഞ്ഞു. പിന്നീടാണെങ്കിലോ വർഷ ഡബിങ് വർക്കുകളും ഒക്കെ ആയിട്ട് അവൾ അവിടെ ഇങ്ങനെ ബിസിയാണ്. ഈ സമയത്ത് അവളുടെ അച്ഛനും അമ്മയും കൂടെ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് അവര് നമ്മുടെ വർഷയുടെ സ്റ്റുഡിയോയിൽ എത്തുകയാണ്. അപ്പം അവിടെ വന്ന പാടെയാണെങ്കിലോ വർഷ ഇങ്ങനെ ആലോചിച്ചു, ചേടാ ഈ അച്ഛനും അമ്മയൊന്നും എന്നെ ഇങ്ങനെ കാണാനായിട്ട്, അതും എൻ്റെ സ്റ്റുഡിയോയിലൊന്നും വരുന്നതല്ലല്ലോ, ഇനിയിപ്പോൾ ഇത് എന്താ പറ്റിയെന്ന് ആലോചിച്ചിട്ട് അവളാണെങ്കിൽ, അല്ല നിങ്ങൾ രണ്ടും എന്താ ഇവിടെ, മോളെ നീയേ ഫുഡ് എടുക്കാൻ മറന്നുപോയില്ലേ, നിനക്കുള്ള ഫുഡുമായിട്ട് വന്നതാണെന്നും പറഞ്ഞ് വർഷയുടെ അമ്മ ഒരു നുണ പറയാണ്. അപ്പോൾ വർഷയ്ക്ക് അത് വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്, എന്നാലും അവള് അമ്മയും അച്ഛനും കൊണ്ടുവന്ന ആഹാരം കഴിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയെയും ശ്രുതിയെയുമാണ്. അപ്പം രണ്ടുപേരും കൂടെ ഇന്നലത്തെ ആ ഒരു ഡാൻസും കാര്യങ്ങളും ഒക്കെ നടന്നത് കൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണത്തിലാണ്. ചന്ദ്രക്കാണെങ്കിൽ ഒരു രക്ഷയില്ല, ഭയങ്കര മേലുവേദനയാ. ഇപ്പൊ ചന്ദ്ര പറഞ്ഞു, എൻ്റെ മോളെ ശ്രുതി, ഈ ഡ്രസ്സൊക്കെ മതിയോ നീ പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട്? ആ അതൊക്കെ മതി അമ്മേ, അമ്മ ഇങ്ങി വന്നേ, നമുക്ക് ആദ്യം യോഗ പ്രാക്ടീസ് ചെയ്യാം, അതിനുശേഷം ദേ ഡാൻസ് കളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അല്ല മോളെ, ഇന്നലെ ഡാൻസ് കളിച്ചിട്ട് തന്നെ അമ്മയുടെ നടുവൊക്കെ ഒടിഞ്ഞിരിക്കുകയാടി, നീ ഒരു കാര്യം ചെയ്, ഇന്ന് നമ്മൾ കളിക്കണോ, എനിക്ക് ഇച്ചിരി മടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഉരുണ്ട് കളിക്കുമ്പോഴത്തേക്കിനും ശ്രുതിയാണെങ്കിൽ പിടിച്ച പിടിയാലെ തന്നെ ചന്ദ്രയോട് പറഞ്ഞു, അമ്മ ഇങ്ങ് വന്നേ, വേദനയൊക്കെ മാറും, ദേ എല്ലാ ദിവസവും ഇതുപോലെ പ്രാക്ടീസ് ചെയ്താൽ മതി, അമ്മ നല്ല പയറുമണി പോലെ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതിയും നമ്മുടെ ശ്രുതിയും കൂടെ യോഗ പ്രാക്ടീസ് തുടങ്ങി. അപ്പതാ ചന്ദ്രമതിക്കാണെങ്കിലും ഇങ്ങനെ കിടന്നും നിവർന്നും ഇരുന്നും ഒക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല, അവിടെ ഇവിടെ ഒക്കെ ഉളുക്കി പിടിക്കുക. അങ്ങനെ അവസാനം പുള്ളിക്കാരി ഒന്ന് കുനിഞ്ഞു നിന്നു. അതിനുശേഷം നിവരാൻ പറ്റാണ്ട് ഇങ്ങനെ നിന്നു. മോളെ ശ്രുതി, അമ്മയെ സഹായിക്കടിയെന്നും പറഞ്ഞ് ചന്ദ്രമതി കരയുമ്പോഴത്തേക്കിനും നമ്മുടെ രവി ഈ കാഴ്ചയും കണ്ടുകൊണ്ട് വരികയാണ്. എന്താ ചന്ദ്ര നീ കാണിക്കുന്നത്, നീ എന്താ 4 കാലം നടക്കാൻ തുടങ്ങുകയാണോ എന്ന് ചോദിച്ചതും, ദേ മനുഷ്യ മിണ്ടാതെ അടങ്ങാനും നിന്നോ, അല്ല ഇന്നലെ നിന്റെ ഡാൻസ് കൂത്തായിരുന്നല്ലോ, ഇന്നിപ്പോ ഇതെന്തായി കാണുന്നത്, ഇത് യോഗാസനമാണ് മനുഷ്യ, മോളെ ശ്രുതി അമ്മയെ ഒന്ന് എടുത്ത് പൊക്കടിയെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി പതുക്കെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങ് പിടിച്ചു വലിച്ചു പൊക്കി. അതിനുശേഷമാണെങ്കിലോ ഇനി ഞാൻ പറയാം, ദേ എനിക്ക് ഇച്ചിരി ശരീരം വേദനയൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രുതി മോള് യോഗയൊക്കെ പറഞ്ഞു തരുകയാണ്. ആഹാ, യോഗയായിരുന്നല്ലേ ഇവിടെ നടന്നത്. എൻ്റെ ചന്ദ്രേ, വയസ്സാം കാലത്ത് ഇതിൻ്റെ വല്ല ആവശ്യവും നിനക്കുണ്ടോ എന്ന് ചോദിക്കുമ്പം, ദേ മനുഷ്യ നിങ്ങൾ മിണ്ടാതെ ഒന്ന് പോയിക്കേ, അല്ല നിങ്ങളിത് എങ്ങോട്ടാ കെട്ടിയൊരുങ്ങിയെന്ന് ചോദിക്കുമ്പം, ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം, യൂണിയൻ ഓഫീസിൽ പോയിട്ട് ആ പെൻഷൻ്റെ കാര്യമൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ആ എന്തായാലും നിങ്ങൾ പുറത്തേക്ക് പോവല്ലേ, നിങ്ങൾ പോയിക്കോ, പിന്നെ ആ രേവതി അവിടെ വല്ലയിടത്തും കറങ്ങി നിൽക്കുകയാണെങ്കിൽ അവളോടൊന്ന് ഇവിടെ വരെ വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രവി ഇറങ്ങിയതും ചന്ദ്രമതി പറഞ്ഞു, ദേ കണ്ടില്ലേ മോളെ, എന്നെ ഒരു അല്പം പോലും സപ്പോർട്ട് ചെയ്യാത്തൊരു കെട്ടിയോനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, മോളൊരു കാര്യം ചെയ്യ്, മോള് നല്ല ഭാഗ്യവതിയാണ്, മോൾ അവനെ സ്നേഹിച്ച് അവൻ്റെ കൂടെ നിർത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി നല്ല രീതിയിൽ ശ്രുതിക്കൊരു ഉപദേശമൊക്കെ അങ്ങ് കൊടുത്തു. ഈ സമയമാണെങ്കിലോ രവി ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുക. അപ്പം നമ്മുടെ രേവതി ആണെങ്കിലും മിറ്റമൊക്കെ അടിച്ചു വാരിക്കൊണ്ട് നിൽക്കുക. അപ്പം അവളുടെ അടുത്ത് പറഞ്ഞു, മോളെ ഇങ്ങ് വന്നേ, അകത്ത് വലിയൊരു പുകിളി നടക്കുന്നുണ്ട്, ശ്രുതിയും അതുപോലെ തന്നെ നിന്റെ അമ്മായിയമ്മയും കൂടെ ചേർന്ന് യോഗ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം രേവതി പറഞ്ഞു, അല്ല യോഗ
യോഗയോ ഇതെന്തൊക്കെയാ നടക്കുന്നത്? ആ മോളെ, ദേ അവള് നിന്നെ തിരക്കുന്നുണ്ട്, എന്തോ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് തോന്നുന്നു. നീ എന്തായാലും ഒന്ന് അകത്തോട്ട് ചെല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ പോവാച്ചാന്നും പറഞ്ഞിട്ട് രേവതി അങ്ങ് പോകുമ്പോഴത്തേക്കിനും, അല്ല അച്ഛാ, അച്ഛന് ചായയോ എന്തേലും വേണോന്ന് ചോദിക്കുമ്പോൾ, വേണ്ട മോളെ, ഞാൻ യൂണിയൻ ഓഫീസിലേക്ക് പോവാണ്, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോവാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ ചന്ദ്രമതി വിളിച്ചതനുസരിച്ച് രേവതി വന്ന് നോക്കുമ്പം ചന്ദ്രയുടെ ആ ഒരു യോഗാസനമൊക്കെ അങ്ങ് മാറി. പുള്ളിക്കാരി ഇങ്ങനെ കമന്നിങ്ങനെ കിടക്കുകയാണ്. അപ്പം തലയും കൊത്തിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രേവതി വന്നതും ഇവളെന്താപ്പ തലയും കൊത്തി വരുന്നത് എന്നുള്ള രീതിയിൽ ചന്ദ്രമതി രേവതിയോട് ചോദിച്ചു. അപ്പൊ ശ്രുതി പറഞ്ഞു, അമ്മയല്ലേ അമ്മ തലയും കൊത്തി നിൽക്കുന്നത്, അമ്മ ഒന്ന് നേരെ നിന്നിട്ട് രേവതി ഒന്ന് നോക്കിക്കേന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോ ചന്ദ്രയ്ക്ക് വെളിവ് വീണു കേട്ടോ. അല്ല, അമ്മ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പം, എന്താടി ഞാൻ വിളിക്കുമ്പം വരാനായിട്ടൊരു പ്രയാസം? അല്ലമ്മേ, ഞാൻ മിറ്റം അടിച്ച് വാരുമായിരുന്നു, ഞാനത് തീർത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അതൊക്കെ പിന്നെ ചെയ്യാം, ഇപ്പൊ പോയിട്ട് എനിക്ക് സ്ട്രോങ് ആയിട്ടൊരു കോഫി ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയുക. അങ്ങനെ ചന്ദ്രമതി പറഞ്ഞതനുസരിച്ച് രേവതി കാപ്പി ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്കിനും ശ്രുതി പറഞ്ഞു, അമ്മ യോഗയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാപ്പിയൊന്നും കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ ചന്ദ്രയോ ഇങ്ങനെ തിരുത്താൻ നോക്കുമ്പോഴത്തേക്കിനും, മോളെ ഇന്നത്തേക്ക് അമ്മ ഒരു കപ്പ് കാപ്പി കുടിക്കട്ടടി, ഭയങ്കര ക്ഷീണമാണ്, നല്ല മേലുവേദനയാണെന്നൊക്കെ പറയുമ്പം എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് മേളിൽ പോയി ടെറസിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താലോ എന്ന് ചോദിച്ചു. എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രമതി എസ് പറഞ്ഞു. അങ്ങനെ രേവതിയോട് കാപ്പിയൊക്കെ ടെറസിലേക്ക് കൊണ്ടുവരാൻ ഓർഡർ ചെയ്തിട്ട് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും കൂടെ ടെറസിൽ പോവാണ്. ഈ സമയമാണെങ്കിലോ നമ്മുടെ ശ്രീകാന്ത് വർഷയോട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്താടാ ഈ സമയത്ത് ഇവിടെ വന്നിരുന്നൊരു ഫോൺ ചെയ്തെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പം, അമ്മ ഞാൻ വെറുതെ ഒന്നിച്ചിരി രീതിയിൽ ഇവിടെ ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു, രാവിലെയൊക്കെ ആണല്ലോ. നടക്കട്ടേടാന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ എന്താ ഈ പായും കിടക്കിയൊക്കെ ആയിട്ട്, ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പം, അതെ ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യാൻ പോവാ. അപ്പൊ അതുമൊക്കെ ഉണ്ടല്ലേ. എടാ, നീ എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? എൻ്റെ മരുമോള് നല്ല ഗംഭീരമായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അവളെനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഈ മരുമോളെ കിട്ടിയതേ എൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ അമ്മയെന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണ്. പിന്നീടാണെങ്കിൽ ഇവര് രണ്ടുപേരും കൂടെ നമ്മുടെ ആ ബ്രീത്തിങ് എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അപ്പൊ ഇത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പം ശ്വാസം അകത്തേക്ക് വലിച്ചു കഴിഞ്ഞിട്ട് ചന്ദ്രമതിയോട് പതുക്കെ റിലീസ് ചെയ്യാൻ പറയുമ്പം ചന്ദ്രയാണെങ്കിൽ ശ്വാസം പിടിച്ചങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ചന്ദ്രമതിക്ക് ശ്വാസം മുട്ടുമ്പം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ അമ്മ ശ്വാസം പതുക്കെ വിട്, അല്ലെങ്കിൽ ചത്തുപോവും. എൻ്റെ പൊന്നു മോളെ, ഇതുപോലെയുള്ള ആസനങ്ങളൊക്കെ ചെയ്യാൻ എന്ത് പാടാടിയെന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്ര ഇങ്ങനെയാണെങ്കിൽ വിഷമിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ രേവതി വന്നു. രേവതി വന്ന പാടെ തന്നെ അമ്മതാ കോഫി എന്ന് പറഞ്ഞ് ചന്ദ്രമതിയുടെ കയ്യിലേക്ക് ആ ഒരു കോഫി കൊടുത്തു. അപ്പൊ ചന്ദ്ര പറഞ്ഞു, ഇങ്ങതാ ഞാൻ കുടിക്കട്ടെ എന്നും പറഞ്ഞ് അതങ്ങ് വാങ്ങി കുടിച്ചതും ആ കോഫി അങ്ങ് തുപ്പിക്കളയാണ്. അപ്പം രേവതി ആണെങ്കിൽ ഇതെന്താ സംഭവിച്ചത്, എന്തിനാ ഇവരിങ്ങനെ തുപ്പിക്കളയുന്നതെന്ന് ആലോചിച്ച് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത്. എല്ലാവരും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക്